നമസ്കാരം. മുന്നണി വിടുമെന്ന് സഖ്യകക്ഷികൾ. നയം തിരുത്താൻ 48 മണിക്കൂർ സമയം. നെതന്യാഹു സർക്കാർ പ്രതിസന്ധിയിൽ. സഖ്യകക്ഷികൾ മുന്നണി വിടുമെന്ന് പ്രഖ്യാപിച്ചതോടെ ഇസ്രായേലിലെ ബെന്യാമിൻ നെതന്യാഹു സർക്കാർ പ്രതിസന്ധിയിൽ. മതവിദ്യാർത്ഥികൾക്ക് സൈനിക സേവനം ഒഴിവാക്കണമെന്ന ആവശ്യം അംഗീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് യുണൈറ്റഡ് തോറ ജൂതയിസം UTJ എന്ന തീവ്ര യാഥാസ്ഥിക കക്ഷിയുടെ 6 അംഗങ്ങൾ രാജി നൽകാൻ തീരുമാനിച്ചത്. UTJയെ അനുകൂലിക്കുന്ന മറ്റൊരു തീവ്ര യാഥാസ്ഥിക പാർട്ടിയായ ഷാസ് സർക്കാർ വിടുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ നെതന്യാഹുവിന് നേരിയ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ഷാസ് കൂടി പിന്തുണ പിൻവലിച്ചാൽ ഭൂരിപക്ഷം നഷ്ടമാകും. നയം തിരുത്താൻ നെതന്യാഹുവിന് 48 മണിക്കൂർ കൂടി സമയം നൽകണമെന്ന് UTJ വ്യക്തമാക്കി. ഈ മാസം അവസാനത്തോടെ പാർലമെൻറ്റ് സമ്മേളനം സമാപിക്കും. അതിനാൽ പ്രതിസന്ധി പരിഹരിക്കാൻ പ്രധാനമന്ത്രിക്ക് 3 മാസം കൂടി ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. ഖത്തറിൽ നടന്നുവരുന്ന ഗാസ വെടിനിർത്തൽ ചർച്ചകളുടെ പേരിലും നെതന്യാഹുവിനെതിരെ മുന്നണിയിലെ തീവ്ര കക്ഷികൾ രംഗത്ത് വന്നിട്ടുണ്ട്. 1948 ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിതമായപ്പോൾ നിർമ്മിച്ച കരാർ പ്രകാരം മതവിദ്യാർത്ഥികൾ മുഴുവൻ സമയവും മതപഠനത്തിനായി സമർപ്പിക്കുന്നത് കൊണ്ട് സൈനിക സേവനത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ 21 മാസമായി തുടരുന്ന ഇസ്രായേൽ ഗാസ സംഘർഷത്തെ തുടർന്ന് ഇളവുകൾ തുടരാൻ സർക്കാർ പരാജയപ്പെട്ടതോടെയാണ് മുന്നണി വിടാൻ കക്ഷികൾ തീരുമാനിച്ചത്.